ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ സാധാരണ നമ്മുടെ ജോലി രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോയിൽ രാവിലത്തെ കാര്യമൊന്നുമില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മുടെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് എന്താണ് നമ്മുടെ വീട്ടിൽ കറി ഉണ്ടാക്കിയത് അത് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. മീൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മീൻ ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ മീൻ കിട്ടുമ്പോൾ ഇത്തിരി വൈകും, നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇത്തിരി വൈകിയ കുഴപ്പമില്ല, എന്നാലും ഇത്തിരി ലേറ്റ് ആവും നമ്മൾ മീൻ വരുമ്പോൾ കേട്ടോ. പിന്നെ നമുക്ക് ഫ്രഷായിട്ട് മീൻ കിട്ടുമ്പോൾ പിന്നെ അതങ്ങനെ വാങ്ങും കേട്ടോ ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അതിന് മുമ്പ് ഞാൻ ഒരു തോരനുണ്ടാക്കി വയ്ക്കാമെന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാഴയ്ക്ക എടുക്കുന്നുണ്ട്, 2-3 വാഴയ്ക്ക എടുക്കുന്നുള്ളേ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് നമ്മൾ കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ വെജിറ്റേറിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഇച്ചിരി വ്യത്യാസമൊക്കെ, ഒരുപാടല്ല കേട്ടോ, നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾക്കും കൂടി കാണാമല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാവില്ലേ, ഇതേപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വാഴയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കറിക്കായ കേട്ടോ. കറിക്കായൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ആവി അങ്ങ് കയറുമ്പോഴേ നമുക്ക് വെള്ളത്തിലൊക്കെ നമ്മൾ വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഒരു ആവി അങ്ങ് കയറുമ്പോഴേ ഇതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വെന്ത് പോകും കേട്ടോ. അപ്പോൾ എണ്ണയിലിട്ട് വാട്ടിയാലും നമുക്ക് ഈ കായൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേ തന്നെ ഈ വാഴയ്ക്കൊക്കെ വെന്ത്. സാധാരണ നമ്മൾ പാളയം തോട്ടൻ അതുപോലെ നമ്മുടെ ഏത്തക്കയൊക്കെ വേവിക്കുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ ഒത്തിരി വേവുണ്ടല്ലോ അതിന്. പക്ഷേ ഇത് ഒട്ടുമില്ല കേട്ടോ, അത് ആവി അങ്ങ് കയറുമ്പോഴേ നമ്മുടെ വാഴയ്ക്കയൊക്കെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വാഴയ്ക്ക തോരന് വേണ്ടിയിട്ട് ഞാനൊരു സവോളയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു മീഡിയം ടൈപ്പ് സവോള ഞാൻ എടുക്കുന്നുണ്ട്. അതും നമ്മൾ ഇതേപോലെ കൊത്തി അരിഞ്ഞാണ് എടുക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി സവാള കൂടാതെ നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഇതേപോലെ നമ്മൾ കനം കുറഞ്ഞ് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറിപ്പോയിട്ട് കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും നിങ്ങൾക്ക് ഇതിനകത്ത് രേഖപ്പെടുത്താം. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിയല്ല സവോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടി അരിഞ്ഞ് വെക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ പച്ചക്കറിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാം അങ്ങനെയാണ്, നമ്മളൊരു പാതി ഒരു ജോലി നമുക്ക് അരിയുക എന്നുള്ളതാണ് ഇത്തിരി പാടുള്ളതല്ലേ. അപ്പോൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ തലേ ദിവസമൊക്കെ അരിഞ്ഞൊക്കെ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാറുണ്ട്. പിന്നെ അല്ലാത്ത സമയത്ത് നമ്മൾ അങ്ങനെയൊന്നുമില്ല, അവധിയുള്ള ദിവസം നമ്മൾ അപ്പം അരിഞ്ഞെടുക്കുകയാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ അരിഞ്ഞ് വയ്ക്കുമ്പോൾ നമുക്ക് രാവിലെ നമ്മുടെ ജോലി എളുപ്പമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഈ തക്കാളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ജീരകം നന്നായിട്ട് പൊട്ടി വരട്ടെ. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയാൽ മതി, ഒരുപാട് ബ്രൗണിഷ് കളറൊന്നും നമുക്ക് ഇതിന് ആക്കിയെടുക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് വഴന്നാൽ മതി. അപ്പോൾ ഇത് ഒന്ന് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കറിവേപ്പിലയും കൂടിയിട്ട് നമ്മൾ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് കേട്ടോ ചേർക്കേണ്ടത്. ആ തക്കാളിയും കൂടി നമുക്ക് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി അങ്ങോട്ട് ഈ ഒരുപാട് പേസ്റ്റ് പരുവത്തിലൊന്നും ആകണ്ട, ഒരു പാതി വെന്താൽ മതി. പിന്നെ നമ്മുടെ വാഴയ്ക്കയുടെ കൂടെയും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതും കൂടി വാട്ടിക്കഴിഞ്ഞ് ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ.
പിന്നെ നമ്മൾ ആവശ്യത്തിന് നമ്മുടെ കറിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു വെള്ളമൊന്നും വെച്ചല്ലോ, വാഴയ്ക്കൊന്നും വെള്ളത്തിലൊന്നും ഇട്ട് വേവിക്കുന്നില്ല, ഇതിൻ്റെ ഒപ്പം തന്നെയായിട്ട് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ കറിക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞളും ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഇനി ചേർക്കുന്നത് നമ്മുടെ ചതച്ച മുളകാട്ടോ ഇതിനകത്തേക്ക് ചേർക്കുന്ന. പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു എരിവിന്, നമ്മുടെ വാഴയ്ക്കയ്ക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം അങ്ങോട്ട് മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വാഴയ്ക്ക നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വാഴയ്ക്ക ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഒരുപാട് വെള്ളം, ഞാൻ പറഞ്ഞില്ലേ വെള്ളമൊന്നും ചേർക്കേണ്ട, ഒരുപാട് വേവൊന്നുമില്ല. ഈ ഒരു വാഴയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു കൈക്ക് കുറച്ച് ഇങ്ങനെ വെള്ളം നമ്മളൊന്ന് കുടയുകയല്ലേ, ആ ഒരു രീതിക്കുള്ള വെള്ളം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ വെള്ളം നമ്മൾ ഇത് മിക്സ് ചെയ്ത് നമ്മളൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്കാകട്ടെ നമ്മൾ ഈ വെള്ളം ഒന്ന് 2 പ്രാവശ്യം നമ്മുടെ കൈക്കൊന്ന് തളിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടി വെച്ചതിന് ശേഷം വെള്ളവും കൂടി നമ്മൾ തളിച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേകാനേ ഉള്ളൂ ഈ വാഴയ്ക്ക കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെന്തിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നമ്മളൊന്ന് ആവിയിൽ ഒന്ന് വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വാഴയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും തളിച്ചിട്ടില്ലല്ലോ, അടിക്കൊന്ന് പിടിക്കണ്ടെന്ന് വിചാരിച്ചു. നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചാലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വാഴയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴയ്ക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻകറി വെക്കാം. മീനൊക്കെ ഞാൻ ഉപ്പിട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പോലെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും ഉലുവയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, സവോള, കറിവേപ്പില ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതും അതുപോലെ ബ്രൗണിഷ് കളറൊന്നും വേണ്ട. മീൻകറിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ വഴറ്റിയെടുക്കാറില്ല, ഒരുപാട് അങ്ങോട്ട് വഴന്ന് ആ ഒരു രീതിക്ക് ഒരു മീഡിയം ടൈപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കും കേട്ടോ. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടികൾ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മളിത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ആ പച്ചമണം മാറുന്നതുവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മൂപ്പിച്ചതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ പിന്നീട് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 2 ഗ്ലാസോളം വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് പുളിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിനകത്തേക്ക് പുളി ഇടുന്നുണ്ട്, അതുപോലെ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മീനും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാതെ നമ്മുടെ ഈ കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു രുചി ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ തേങ്ങാപ്പാൽ ചേർക്കാതെ ഇങ്ങനെ കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീനും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീനും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മീനൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണമല്ലോ. തിളച്ച് വന്ന് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് പാകത്തിനൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. നമ്മുടെ മീൻകറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി നമുക്ക് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് വേണം നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഒരു ചെറിയ ഒരു തേങ്ങയുടെ ഒരു പകുതി മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ പാല് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് തിളച്ച് വറ്റിച്ചെടുക്കണം. നമ്മുടെ കറിക്ക് എത്രമാത്രം നമ്മൾക്ക് ഗ്രേവി വേണോ ആ ഒരു രീതിക്ക് നമുക്ക് ഇത് ഒന്ന് വറ്റിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ കറിയും റെഡിയാവും കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയാവും. നമുക്ക് തേങ്ങയൊക്കെ ഇതേപോലെ പിഴിഞ്ഞൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മീൻ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ.
ഇനി ഇത് തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, നല്ല പാകത്തിന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.